ഹൗസ് വൃത്തിയായിരിക്കുകയാണല്ലോ. വേഗം വാ. എന്താ ഗംഗ ഇത്? ഇദ്ദേഹം ഔട്ട് ഹൗസിൽ കഴിയുന്നെന്ന കാര്യം എന്തിനാ നീ അരുണിനെ അറിയിച്ചത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞിട്ടല്ലെങ്കിൽ പിന്നെ അരുൺ എങ്ങനെയാ മനസ്സിലാക്കിയത്? ഇപ്പൊ സുകുമാരൻ അവിടെ തനിച്ചാണ് ഗംഗെ. ആരെങ്കിലും കണ്ട എന്താവും അവസ്ഥ? അരുൺ എന്തിനാ ഗംഗെ ഔട്ട് ഹൗസിൽ വന്നേ? എന്താ സംഭവിച്ചെന്നുള്ള കാര്യം പറഞ്ഞാലല്ലേ അതിനനുസരിച്ച രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നീക്കാനാവൂ. മറച്ചു വെക്കാതെ പറയ്. അത് ഭൈരവിക്ക് പൂജ ചെയ്യാൻ വേണ്ടി ഔട്ട് ഹൗസ് തുറക്കാൻ പറഞ്ഞതാ. അതെന്താ നീ അവിടെ വെച്ച് പറയാഞ്ഞേ? അത് അരവിന്ദേട്ടൻ കേക്കില്ലേ, അതുകൊണ്ടാ പറയാതിരുന്നേ. ആ ഭൈരവി നമ്മളെ ആരെയും അറിയിക്കാതെ എന്തോ പദ്ധതി ഒരുക്കുകയാണ്. അതെന്താണെങ്കിലും ഞാൻ കണ്ടുപിടിക്കാം. വേണ്ട മാധവി, അവരെ വിട്ടേക്ക്, അവരെ പോട്ടെ. ആ സുകുമാരനിൽ നിന്ന് നമുക്ക് ഇതുവരെ ഒന്നും മനസ്സിലാക്കാനായിട്ടില്ല. അവരെ പിന്തുടർന്നു പോയാൽ അവരെവിടേക്കാണ് പോകുന്നതെന്ന് അറിയാൻ സാധിക്കും. അത് തീർച്ചയായും ഒരു നല്ല ചിന്തയാ. നീ ഇവിടെ തന്നെ നിൽക്ക, ഞാൻ പോയി അന്വേഷിക്കാം. വേഗം വാ, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താനാ വന്നത്. പക്ഷെ ആ സമയത്ത് എനിക്കത് നിങ്ങളെ അറിയിക്കാൻ ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല. അതാ നീ സംസാരിക്കുന്നത് കേട്ടപ്പോ നീയും അവരുടെ ഭാഗത്താണെന്ന് നീ സംശയിച്ചു പോയി. ഞാൻ ഇനി എല്ലാ കാലവും നന്ദിനിയുടെ ഭാഗത്തായിരിക്കും. ഏതൊരവസ്ഥയിലും അവളുടെ കൂടെ തന്നെ നിൽക്കും. വേഗം വാ. എന്തു പറ്റി ഭൈരവി? ആരോ വരുന്ന പോലെ തോന്നി എനിക്ക്. പക്ഷെ പേടിക്കാനൊന്നുമില്ല. വേഗം വാ. അച്ഛൻ എങ്ങനെയെങ്കിലും ഒരു ആപത്തും കൂടാതെ ഇനി തിരിച്ചെത്തണം. അച്ഛാ, എനിക്ക് എപ്പോഴാ സമാധാനായത്? കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ? അച്ഛനെ അവർ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ? മോളുടെ കൂടെപ്പറപ്പ് ആരാണെന്ന് ചോദിച്ച് അവരെല്ലാം കൂടി എന്നെ ഒത്തിരി കഷ്ടപ്പെടുത്തി മോളെ. പക്ഷെ ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഭാഗ്യത്തിനാ ഭൈരവി അവിടെ വന്ന് എന്നെ രക്ഷിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഭൈരവി സുകുമാരനെ മാത്രമല്ല കൊണ്ടുവന്നത്, ആ നാഗനന്ദിയൻ ഇവിടേക്കുള്ള വഴി കൂടി കാട്ടിക്കൊടുത്തിരിക്കുകയാണ് ഇവൾ.
നന്ദിയ, നീ എന്തിനാ ഇനിയും ഒളിച്ചിരിക്കുന്നേ? എന്റെ കൺമുൻപിൽ വാ, വരാനാ പറഞ്ഞത്. രാഘവേന്ദ്ര ഭൂപതി, നിന്നെ തെരയാത്ത ഇടമില്ല. അതേടാ നന്ദിയ, നിന്റെ വരവ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി. ഞാൻ കുറെ നാളായി നിന്നെ തിരയുന്നു. ഇന്നത്തോടെ നിന്റെ അന്ത്യമാണ്. എടാ, പാർവതിയിൽ നിന്ന് എന്നെ വേർപെടുത്തിയ നിന്നെ ശിക്ഷിക്കാനായി ഞാൻ കാത്തിരിക്കായിരുന്നുടാ. നീ തന്നെ ഇങ്ങോട്ട് വന്നത് എന്തായാലും നന്നായി. ആരുടെ അടുത്താണ് അകപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാം. നാഗവംശത്തെ അപമാനിക്കാൻ ശ്രമിച്ച നിന്നോട് പ്രതികാരം ചെയ്തേ അടങ്ങൂ. എന്നെയും വല്ലഭനെയും തീയിലേക്ക് തള്ളിയിട്ട് കൊന്നതിന് ക്രൂരമായ ശിക്ഷയായിരിക്കും നിനക്ക് ലഭിക്കാൻ പോകുന്നത്. അർദ്ധനാരികളെ നാഗങ്ങളൊന്നും ചെയ്യില്ലെന്ന് കരുതിയല്ലേ പാർവതി നിന്നെ ഈ രൂപത്തിലേക്ക് മാറ്റിയത്? എന്നാൽ ധർമ്മത്തിനൊപ്പം നടക്കുന്നതിനേക്കാൾ കാർക്കോടക വംശത്തിന്റെ ഉത്തരവ് പാലിക്കുന്നതാണ് എനിക്ക് പ്രധാനം. സത്യം ചെയ്ത പോലെ ഇപ്പൊ തന്നെ നിന്റെ തലയരിഞ്ഞ് നാഗദേവതയ്ക്ക് കാണിക്കയായി സമർപ്പിക്കും ഞാൻ. ചെമ്പകസിദ്ധ, നീയാണോ എന്നെ തടഞ്ഞത്? അതേ നന്ദിയ, ഞാൻ തന്നെയാ തടഞ്ഞത്. നമ്മൾ ഇരുവരും സുഹൃത്തുക്കളാണ്. നീ എന്തിനാണ് അവർക്ക് വേണ്ടി എന്നെ തടയുന്നത്? എന്നെ കൊന്ന് നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ? ഞാൻ നിന്നെ കൊന്നെന്നോ? എന്തായി പറയുന്നത്? എന്നെ പറ്റിയുള്ള രഹസ്യം നന്ദിനിയെ അറിയിക്കാതിരിക്കാൻ നീയല്ലേ എന്നെ കൊന്നു കളഞ്ഞത്? ഞാൻ നിന്നെ കൊന്നിട്ടില്ല. അസത്യം പറയരുത്. പരമജ്യോതി മുനിവര്യരിൽ നിന്നും എന്റെ ശ്രദ്ധ തിരിച്ച് നീ ആ മായപ്പിറവി തന്ത്രം സ്വായത്തമാക്കിയില്ലേ? ആ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നീ തന്നെയാണ് കാട്ടമ്മ ക്ഷേത്രത്തിൽ നിന്നും കാലചക്രം അപഹരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല നന്ദ്യ, നിന്നെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ഞാൻ മറ്റാരെയും അറിയിക്കാതിരിക്കുവാൻ വേണ്ടി അന്ന് നീ തന്നെയാണ് എന്നെ ചതിയിൽപ്പെടുത്തി കൊന്നത്. എല്ലാ സത്യവും എനിക്കറിയാം നന്ദ്യ. നീ ഇനി എന്നിൽ നിന്നും ഒന്നും മറക്കരുത്. ഞാൻ പുരുഷോത്തമൻ എന്ന പേരിൽ നിന്റെ അടുക്കൽ വന്നതും നിന്റെ ശ്രദ്ധ തിരിച്ച ഗുരുവിൽ നിന്ന് മായപ്പിറവി തന്ത്രം ഗ്രഹിച്ചു എന്നതും സത്യമാണ്. എന്നാൽ നീ പറയുന്ന പോലെ കാലചക്രം ഞാൻ അപഹരിച്ചിട്ടുമില്ല, നിന്നെ കൊന്നിട്ടുമില്ല. എല്ലാം ചെയ്തത് നീ തന്നെയാണ്. എന്നെ വിശ്വസിക്ക, ഞാൻ ചെയ്തിട്ടില്ല. നിന്റെ വാക്ക് സത്യമെങ്കിൽ മായപ്പിറവി വിദ്യമേൽ സത്യം ചെയ്യ. ഞാൻ അഭ്യസിച്ച മായപ്പിറവി തന്ത്രത്തിന് മേൽ സത്യം ചെയ്ത് പറയുകയാണ്, ഞാൻ നിന്നെ കൊന്നിട്ടില്ല.
ഒരുവൻ അഭ്യസിച്ച വിദ്യമേൽ കള്ളസത്യം ചെയ്താൽ വിദ്യ കൈവിട്ടു പോകുന്നതാണ്. അതുകൊണ്ട് ആരും അസത്യം പറയില്ല. എന്നാൽ നിനക്ക് വിശ്വാസം വരാൻ വേണ്ടിയാ ഞാനിപ്പോൾ സത്യം ചെയ്തത്. എന്നെ വിശ്വസിക്ക്. വിശ്വാസമായി. നന്ദിനി, മായപ്പിറവി വിദ്യ അഭ്യസിച്ച ഒരേ ഒരാൾ പുരുഷോത്തമൻ എന്ന് കരുതിയത് എന്റെ തെറ്റ്. മായപ്പിറവി വിദ്യ അഭ്യസിച്ചിട്ടുള്ള മറ്റാരോ കൂടിയുണ്ട്. പുരുഷോത്തമൻ കാലചക്രം അപഹരിച്ചിട്ടില്ല. അതെടുത്തത് ആരാണെന്ന് ഞാൻ തന്നെ നിന്നെ അറിയിക്കാം നന്ദിനി. ചെമ്പക, നിനക്കുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം ഞാൻ തീർത്തു കഴിഞ്ഞില്ലേ? ഇപ്പോ എനിക്ക് എന്റെ പക തീർത്തേ മതിയാകൂ. എന്റെ നാഗവംശത്തോട് ദ്രോഹം ചെയ്ത പാപികളെ ശിക്ഷിച്ചുകൊണ്ട് പ്രതികാരം ചെയ്തേ മതിയാകൂ എനിക്ക്. എന്നെ എതിർത്ത് നിൽക്കാതെ മടങ്ങിപ്പോ ചെമ്പക. ഞാൻ ഇവരെ സഹായിക്കാമെന്ന് വാക്കുകൊടുത്തതാണ്. നീ ഇനിയും ഇവരെ എതിർക്കാൻ പാടില്ല. നീ ഇവരെ സഹായിക്കാൻ തുനിഞ്ഞാൽ എനിക്ക് നിന്നെയും എതിർക്കേണ്ടതായി വരും. എന്നെ കൊണ്ട് സാധിക്കുന്നതെല്ലാം നീ ചെയ്യ്. എന്നാൽ എന്നെ മറികടന്ന് നിനക്കൊന്നും ചെയ്യാനാവില്ല. നശിപ്പിക്കും ഞാൻ എല്ലാത്തിനെയും. നീ എന്നെ തടഞ്ഞല്ലേ ചെമ്പക. ഇപ്പൊ നിനക്ക് ഇവരെ സംരക്ഷിക്കാനാകും. എന്നാൽ എന്നും നിനക്കത് സാധ്യമാകില്ല. ഇതുവരെ എന്റെ വംശത്തോട് ദ്രോഹം ചെയ്തവർ എവിടെയാണെന്നറിയാതെ അലഞ്ഞവരാണ് ഞാൻ. ഇപ്പൊ അവരുടെ സങ്കേതം തിരിച്ചറിഞ്ഞിരിക്കുക. ഇവരെ ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതെയാക്കി കാർഗോടക വംശത്തിന് ലഭിച്ച ഉത്തരവ് പാലിക്കാതെ അടങ്ങില്ല ഞാൻ. കണ്ണഴുകിയാണ് നന്ദിനിയുടെ അച്ഛനെന്നോ? അതെ മാധവി, അവൻ ഇങ്ങനെ ഒരു അർദ്ധനാരി വേഷത്തിൽ തുടർന്നു പോരുന്നത് എന്നിൽ നിന്ന് അവൻ ഒരു ആപത്തും സംഭവിക്കാതിരിക്കാനാ. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാർഗോടക നാഗവംശത്തിൽ പിറന്നിട്ടുള്ള നാഗങ്ങൾ അർദ്ധനാരികളെ ഉപദ്രവിച്ചുകൂടാ എന്ന് ധർമ്മശാസനയുണ്ട്. അതുകൊണ്ട് തന്നെയാ പാർവതി അന്ന് അവളുടെ ഭർത്താവിനെ അർദ്ധനാരിയാക്കി മാറ്റിയത്. പാർവതി അവനെ അർദ്ധനാരിയാക്കി മാറ്റിയെന്നാലും ഞാൻ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. എന്റെ നാഗവംശത്തിന്റെ ധർമ്മത്തിന് ഭംഗം വരുത്തിയിട്ടാണെങ്കിലും ശരി, അവനെ കൊല്ലാതെ ഞാൻ അടങ്ങില്ല മാധവി. അതൊന്നും എന്നെ അലട്ടുന്ന ഒരു പ്രശ്നമല്ല. നന്ദിനിയുടെ അനുജത്തി ആരാണെന്ന് അറിയുകയാ എനിക്കിപ്പോഴുള്ള ആവശ്യം. പറയ്, നന്ദിനിയുടെ അനുജത്തി ആരാണെന്ന് മനസ്സിലാക്കിയോ? എന്താ മാധവി പറയുന്നേ? നന്ദിനിക്ക് അനിയത്തിയുണ്ടോ? അതേ ഗംഗെ, നന്ദിനിക്ക് അനുജത്തി ഒരാളുണ്ട്. നന്ദിനിയെ അവളുടെ കൂടപ്പിറപ്പിനെ കൊണ്ട് മാത്രമേ ഇല്ലാതാക്കാൻ സാധിക്കൂ. അതുകൊണ്ടാ നന്ദിനിയെ കൊല്ലാൻ അവളുടെ അനുജത്തിയെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നന്ദിനി മറ്റാരുമല്ല, നിന്റെ കൂടപ്പിറപ്പാണ് ഗംഗേ. നീ ഇങ്ങനെ ആലോചിക്കുന്ന കണ്ടിട്ട് നിനക്കെന്തോ ഈ കാര്യം നേരത്തെ അറിയാവുന്ന പോലെ. നന്ദിനിയുടെ അനുജത്തെ പറ്റി നിനക്ക് അറിയാമെങ്കിൽ അവൾ ആരാണെന്നൊന്ന് പറയ്. ഇല്ല, അതാരാണെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കേ. ഏയ് ഗംഗേ, ഗംഗേ,
നന്ദിനിയുടെ അനുജത്തി ആരാണെന്ന് ഇനി ആരും തെരഞ്ഞു നടക്കണ്ട. അവളെ ഞാൻ തന്നെ കണ്ടുപിടിക്കാം. അവൾ ഇനി എവിടെയാണെങ്കിലും തേടി കണ്ടുപിടിച്ച് നന്ദിനിയെയും ഭൂപതിയെയും ഇല്ലാതാക്കും. നാഗനന്ദിയൻ എന്റെ അനിയത്തി ആരാണെന്ന് കണ്ടുപിടിച്ച് എന്നെ ഇല്ലാതാക്കുമെന്ന് ശപഥം ചെയ്തിട്ട് പോയിരിക്കാം. ഇനി ഒരു നിമിഷം പോലും എനിക്ക് ക്ഷമിക്കാനാകില്ല. ഗംഗ എവിടെയാണുള്ളത്? അവളാണ് എന്റെ അനിയത്തി എന്നറിഞ്ഞ അവൾക്ക് അത് ആപത്ത് വരുത്തും. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് എനിക്ക് അവളെ രക്ഷപ്പെടുത്തിയാൽ മതിയാകും. ഞാൻ ഗംഗയുടെ അടുത്ത് ചെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ബോധ്യപ്പെടുത്തി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരട്ടെ മോളെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗംഗ അത് വിശ്വസിക്കില്ല. നിങ്ങൾ അതിനു വേണ്ടി ഒരു വിപുല ശ്രമം നടത്തണ്ട. ഇപ്പൊ ഗംഗയെ എങ്ങനെ നമുക്കൊന്ന് രക്ഷിക്കാൻ പറ്റുക? ഗംഗ ആരാണെന്ന് അറിഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. ഗംഗയുടെ കയ്യിൽ കറുപ്പന്റെ മോതിരം ഉള്ളിടത്തോളം അവൾ നാഗവംശത്തിൽ പിറന്നവളാണെന്ന് ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല. അഥവാ ഗംഗ നന്ദിനിയുടെ അനുജത്തിയാണെന്ന് അവർ കണ്ടുപിടിച്ചാലും ഗംഗയെ കൊണ്ട് മാത്രമേ നന്ദിനിയെ ഇല്ലാതാക്കാനാവൂ എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഗംഗയ്ക്ക് ഒരു ആപത്തും വരാതെ അവർ തന്നെ നോക്കിക്കൊള്ളും. ശരി, ഗംഗയ്ക്ക് നാഗനന്ദിനെ കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ലെന്ന് കരുതിയാൽ തന്നെയും നമ്മൾ ആ നാഗനന്ദിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. അവനെ ഉടനെ തന്നെ ഇല്ലാതാക്കണം. നാഗനന്ദിയൻ സാധാരണ നാഗങ്ങളെ പോലെയല്ല. കാരണം അവൻ മായപ്പിറവി തന്ത്രം അഭ്യസിച്ചിട്ടുള്ളവനാണ്. അവനെ അത്ര എളുപ്പത്തിൽ നമുക്ക് പരാജയപ്പെടുത്താനാവില്ല. അതിനുള്ള അവസരം വന്നാലേ സാധിക്കൂ. നമുക്ക് കാത്തിരിക്കാം. നാഗനന്ദിയനെ ഉടനെ തന്നെ ഇല്ലാതാക്കാം നമുക്ക്. അതുവരേക്കും നമുക്ക് സംയമനം പാലിക്കാൻ നന്ദിനി. അമ്മ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അതിൽ കാര്യമുണ്ടാവും. സമാധാനമായിട്ടിരിക്കെ. നന്ദിനിയും കണ്ണഴകിയും സുകുമാരനും പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ല. എന്നാ ഇന്ന് മാധവിയും നാഗനന്ദിയനും നന്ദിനിക്ക് അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞത് കേട്ടപ്പോ അവരെല്ലാവരും പറഞ്ഞത് നുണയല്ലെന്ന് വിശ്വസിക്കാൻ തോന്നുന്നു എനിക്ക്. ഇനി അവരൊക്കെ പറഞ്ഞതുപോലെ നന്ദിനി എന്റെ കൂടെ പറഞ്ഞ സഹോദരിയായിരിക്കോ? അവര് പറഞ്ഞതുപോലെ ഒരിക്കലും ആകരുത്. അങ്ങനെയാണെങ്കിലും ഞാനത് അംഗീകരിക്കില്ല. എന്റെ അച്ഛനെയും അരുണേട്ടന്റെ അച്ഛനെയും കൊന്ന നന്ദിനി എന്റെ കൂടെ പിറപ്പാകാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് എത്രയും വേഗം എനിക്ക് സത്യം എന്താണെന്ന് അറിയണം. ഇനി നീയായിട്ട് എന്നെ അന്വേഷിച്ചു വരുന്നത് വരേക്കും ഞാൻ നിന്നോടൊന്നും പറയാൻ പോകുന്നില്ല. നീ ആരാണെന്ന്, നീ എന്തൊക്കെ മനസ്സിലാക്കണമെന്ന് ആയിരിക്കുന്ന അമ്മ എന്ന് നിശ്ചയിക്കുന്നുവോ അന്ന് നീ അറിഞ്ഞുകൊള്ളും. കാലത്ത് കണ്ണഴകിയമ്മയെ പോയി കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കണം. ഗംഗേ, നീ ടിഫിൻ എടുത്ത് വെക്കുന്നു വിചാരിച്ചു, പക്ഷെ നീ വന്നേയില്ല. വെറുതെ ഇവിടെ ഇരുന്ന് എന്താ ആലോചിച്ചോണ്ടിരിക്കുക? ഒന്നുമില്ല അരുണേട്ടാ, ഞാൻ വെറുതെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിരുന്ന് പോയതാ. വരും, ഞാൻ വിളമ്പി തരാം. ഞാൻ കഴിച്ചു കഴിഞ്ഞു, നീ പോയി കഴിക്കേ. എനിക്ക് വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം അരുണേട്ടാ. ഏത് അവസ്ഥയിലാണെന്ന് ഇരിക്കാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചത്. നീ ഇപ്പോൾ ആ അവസ്ഥയിലുള്ളത്. നിനക്ക് മനസ്സിലാവുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു തന്നു, പക്ഷെ നീ അതൊന്നും ചെവിക്കൊണ്ടതേയില്ല. ഇതെവിടെ പോയി അവസാനിക്കുന്ന ആലോചിക്കുമ്പോൾ പേടി തോന്നുക.
എവിടെ പോവാ ഗംഗ? ഞാൻ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാ. ശരി വാ, ഞാൻ ഓഫീസിൽ പോകുന്ന വഴിക്ക് നിന്നെ ഡ്രോപ്പ് ചെയ്യാം. സാരില്ല, അരേണ്ട പതുക്കെ പോയാൽ മതി. ഞാൻ പോയിക്കോളാം. ഞാൻ പോവാൻ റെഡി ആയിട്ട് നിൽക്കുക. പോകുന്ന വഴിക്ക് തന്നെ നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാം. വാ. ഇവിടെ അടുത്തുള്ള അമ്പലല്ലേ, ഞാൻ നടന്നു പോയിക്കോളാം. അരേട്ട് പോയിക്കോ.